എല്ലാവർക്കും കിനു സ്റ്റിച്ചിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ തയ്ക്കാൻ പോകുന്നത് ഒരു ബോ ആണ്. നമ്മുടെ ക്രോപ്പ് ടോപ്പിനും ഫ്രോക്കിനൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റും. ക്രോപ്പ് ടോപ്പ് തയ്ക്കുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇതുപോലുള്ളൊരു ക്ലോത്ത് എടുക്കുക. ഈ ക്ലോത്തിൻ്റെ നീളം നമ്മൾ എടുത്തിരിക്കുന്നത് 13.5 ഇഞ്ചാണ്. ഇനി വീതി നമ്മൾ എടുത്തിരിക്കുന്നത് 4 ഇഞ്ചാണ്. ഇനി നമുക്ക് ടൈക്ക് വേണ്ടിയിട്ടുള്ള ക്ലോത്താണ്. അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്ലോത്തിനെ നമ്മൾ ഇതുപോലെ നടുമടക്കിയിടുക. അതിൻ്റെ നീളം നമ്മൾ എടുക്കുന്നത് 14 ഇഞ്ചാണ്. ഇനി നമുക്ക് ഈ ക്ലോത്തിൻ്റെ ഈ താഴെ നമ്മൾ ആകെ എടുത്തിരിക്കുന്നത് 14 ഇഞ്ചാണല്ലോ, അതിൻ്റെ പകുതി അതായത് 7 ഇഞ്ചിൽ നമുക്കൊരു മാർക്കിങ് കൊടുക്കാം. അവിടെ നിന്നും നമുക്ക് മുകളിലേക്ക് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഈ സൈഡിൽ നമുക്ക് 2 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും നമ്മൾ മാർക്ക് ചെയ്യണം. ഇനി ഈ പോയിന്റുകൾ തമ്മിലൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഈ മാർക്കിങ്ങിലൂടെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതുപോലുള്ള ചെറിയ ക്ലോത്ത് എടുത്തിട്ട് 1.25 ഇഞ്ച് വീതിയുള്ള ഒരു ക്ലോത്താണ്. താഴേക്ക് നമ്മൾ നീളം എടുക്കുന്നത് 4 ഇഞ്ചാണ്. ഇനി നമ്മൾ ആദ്യം വെട്ടി വെച്ചിട്ടുള്ള ക്ലോത്ത് എടുത്തിട്ട് നല്ല ഭാഗം കൂടി ചേർന്ന് വരുന്ന രീതിയിൽ വെച്ചിട്ട് 1/4 ഇഞ്ച് വിട്ടിട്ട് എല്ലാ ഭാഗം 4 സൈഡും നമുക്കൊന്ന് തയ്ച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ടോട്ടൽ നീളം എടുക്കാം. ടോട്ടൽ നീളം 6 ഇഞ്ചാണ്. അതിൻ്റെ സെൻറ്റർ ഭാഗം നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. അതായത് 3 ഇഞ്ചിലൊരു മാർക്കിംഗ് കൊടുക്കാം. ഇനി ഈ ഭാഗം ഇതുപോലെ എടുത്തിട്ട് ഒരു സൈഡിൽ മാത്രമാണ് കട്ട് കൊടുക്കേണ്ടത്. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അപ്പുറത്തെ ഭാഗം ഒരിക്കലും കൂടി പോവരുത്. ഇനി ഈ ഹോളിലൂടെ നമുക്ക് ഈ ക്ലോത്തിനെ ഒന്ന് മറിച്ചെടുക്കാം. അരികു വശങ്ങളൊക്കെ റെഡിയാവാൻ വേണ്ടിയിട്ട് ഇതിനകത്തൂടെ നമുക്ക് കത്രികയൊന്ന് കയറ്റി കുത്തി കൊടുക്കാം. ഇനി ഇതിൻ്റെ അരികുവശത്തൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 4 ഭാഗത്തും സ്റ്റിച്ച് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു ചാനലിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ലീവ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുട്ടികളുടെ ഫ്രോക്ക്, ഹെയർ ബോസ് എല്ലാം ചെയ്തിട്ടുണ്ട്.
ഇപ്പോൾ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ക്ലോത്തിനെ നമുക്ക് ഈ സൈഡ് ഒരു 1/4 ഇഞ്ച് വിട്ടിട്ടൊന്ന് തയ്ച്ചെടുക്കാം. തയ്ച്ചെടുക്കുമ്പോൾ നമ്മൾ സെൻറ്റർ ഭാഗം എത്തുന്നതിൻ്റെ മുന്നേ ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ചിങ് നിർത്താം. അതുപോലെ തന്നെ അടുത്ത സൈഡ് ചെയ്യുമ്പോഴും നമ്മൾ അവിടെ എത്തുമ്പോൾ 1/2 ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ചിങ് നിർത്തണം. ഇനി നമുക്ക് ഇതിലൂടെ നമ്മുടെ വിരൽ ഉപയോഗിച്ചിട്ട് നമുക്കിതൊന്ന് മറിച്ചെടുക്കാം. ഒരു പെൻ ഉപയോഗിച്ചിട്ട് നമുക്കിതിൻ്റെ കോർണേഴ്സൊക്കെ ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ അരികുവശത്തൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ചെറിയ ക്ലോത്ത് എടുത്തതിന് ശേഷം ആദ്യം ഇതുപോലെ ഒരു സൈഡൊന്ന് മടക്കി അടുത്ത സൈഡും മടക്കി നടു ഒന്ന് മടക്കി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു പീസിനെ നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഇതുപോലെ ഒന്ന് ഞൊറിഞ്ഞെടുക്കാം. ഇനി സൂചിയിൽ നൂല് കോർത്തതിന് ശേഷം നമുക്കിതൊന്ന് കെട്ടിയെടുക്കാം. ഇപ്പം നമ്മൾ കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്ച്ച് വെച്ചിട്ടുള്ള ഈ ഒരു ചെറിയ പീസിന് ഇതുപോലെ വെച്ച് ഒന്ന് തിരിച്ച് അതിൻ്റെ ബാക്ക് സൈഡിൽ തന്നെ വയ്ക്കുക. ബാക്കി ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. ഇതും കൂടെ ഒന്ന് നമുക്ക് നൂല് വെച്ചൊന്ന് കെട്ടിയെടുക്കാം, തുന്നിയെടുക്കാം. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു പീസിനെ രണ്ട് ഭാഗവും ഒരേപോലെ ആക്കി ഇതുപോലെ നടുവൊന്ന് മടക്കി കൊടുക്കാം. അതിന് ശേഷം നമ്മളുടെ ബോ ഇവിടെ വെച്ച് കൊടുക്കാം. ആദ്യം നമുക്കൊന്ന് ഫാബ്രിക് ഗ്ലൂ വെച്ചതിന് ശേഷം ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതിന് ശേഷം നമുക്ക് സൂചി നൂല് ഉപയോഗിച്ച് തുന്നിയെടുക്കാം.
ഇപ്പം നമ്മൾ തുന്നിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ നമ്മളുടെ ബോ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഫാബ്രിക് ഗ്ലൂ തേച്ചതിന് ശേഷം ചെറിയ ചെറിയ ഷുഗർ ബീഡ്സ് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.